My dear students, welcome to my channel. On Killing a Tree, 9th സ്റ്റാൻഡേർഡിലെ ഒരു പോയമാണ് ഓൺ കില്ലിംഗ് എ ട്രീ. ഇത് വിശദീകരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. We have read the story of Juliana Kopke, the sole survivor of a plane crash. ഒരു വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയായ ജൂലിയാന കോപ്കയുടെ കഥ നാം വായിച്ചിട്ടുണ്ട്. Even nature plans its survival in spite of adversity. പ്രതിബന്ധങ്ങളിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള പദ്ധതികൾ പ്രകൃതി പോലും ഒരുക്കുന്നുണ്ട്. Let us read a poem. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. കടക്കുന്നതിന് മുൻപേ ഇത് എഴുതിയ ആളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാൻ നോക്കൂ. എബൌട്ട് ദ ഓതർ ഗീവ് പാറ്റൽ എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയിരിക്കുന്നത്. ബോൺ ഓൺ 18 ഓഗസ്റ്റ് 1914, 1940 ഓഗസ്റ്റ് 18 ഇദ്ദേഹം ജനിച്ചത്. ഈസ് ആൻ ഇന്ത്യൻ പോയറ്റ്, പ്ലേ റൈറ്റ്, പെയിൻറ്റർ ആൻഡ് ഫിസിഷ്യൻ. ഇദ്ദേഹം ആരായിരുന്നു? ഒരു ഇന്ത്യൻ കവിയും അതുപോലെ ഒരു നാടകകൃത്തും ചിത്രകാരനും അതുപോലെ ഒരു ഡോക്ടർ കൂടി ആയിരുന്നു. ഹി ഈസ് എ പാർട്ട് ഓഫ് ഗ്രീൻ മൂവ്മെൻറ്റ് വിച്ച് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ആൻ എഫേർട്ട് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗ്രീൻ മൂവ്മെൻറ്റ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗവുമാണ് ഇദ്ദേഹം. ഹിസ് പോയം എക്സ്പോസ് മാൻസ് ക്രുവൽറ്റി ടു നേച്ചർ. അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളും എങ്ങനത്തെയാണ്? മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതകൾ തുറന്നു കാണിക്കുന്നവയാണ്. ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ് പോയംസ് ലൈക്ക് ഹൗ ഡു യു വിത്ത്സ്റ്റാൻഡ്, ബോഡി, മിററിംഗ്. 3 പോയത്തിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആൻഡ് 3 plays titled പ്രിൻസസ് സവാസ്ക ആൻഡ് മിസ്റ്റർ ബെഹ്റാം. 3 നാടകങ്ങളെ പേരും കൊടുത്തിട്ടുണ്ട്. പ്രിൻസസ് സവാസ്ക ആൻഡ് മിസ്റ്റർ ബെഹ്റാം 3 അദ്ദേഹം എഴുതിയ 3 നാടകങ്ങളുടെ പേരാണ് അത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പ്രൊഫൈൽ റൈറ്റ് നിങ്ങൾക്ക് എല്ലാ എക്സാമിനും നിങ്ങൾക്ക് വരുന്നതാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്നാൽ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് It takes much time to kill a tree. ഒരു മരത്തെ കൊല്ലാൻ സമയമെടുക്കും, വളരെയധികം സമയമെടുക്കും. നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് ദ നൈഫ് വിൽ ഡു ഇറ്റ്. ഒരു കത്തി കൊണ്ട് മെല്ലെ ഒന്ന് കുത്തിയാൽ അതിനെ കൊല്ലാൻ കഴിയുകയില്ല. കാരണം എന്താ? ഇറ്റ് ഹാസ് ഗ്രോൺ. അത് വളരുന്നത് സ്ലോവിലി കൺസ്യൂമിങ് ദ എർത്ത്. പതിയെ എർത്തിനെ, ഭൂമിയെ ഭക്ഷിച്ചു കൊണ്ടാണ് അത് വളരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? റൈസിങ് ഔട്ട് ഓഫ് ഇറ്റ്. എന്നിട്ടാണ് അത് വളർന്ന് പുറത്തേക്ക് വരുന്നത്. ഫീഡിങ് അപ്പോൺ ഇറ്റ്സ് ക്രസ്റ്റ്. എവിടെ നിന്നിട്ടാണ്? ഭൂവൽക്കത്തിൽ നിന്നുകൊണ്ടാണ് അത് ഭക്ഷിക്കുന്നത്. അബ്സോർബിങ് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, എയർ, വാട്ടർ. വർഷങ്ങളോളം സൂര്യപ്രകാശവും വായുവും ജലവും ആഗിരണം ചെയ്തിട്ടാണ് അത് വളരുന്നത്. Then and out of its leprous hide sprouting leaves. എന്നിട്ട് എന്താവും? പരുപരുത്ത തൊലിയിൽ നിന്ന്, പരുപരുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയിൽ നിന്ന് എന്ത് ചെയ്യും? അതിൻ്റെ ഇലകളൊക്കെ മുളച്ച് വന്നിട്ടാണ് വലിയൊരു മരമായി, വൻ വൃക്ഷമായി അത് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കത്തി കൊണ്ട് കുത്തിയാലൊന്നും തന്നെ ആ മരത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ കൊല്ലാൻ നമുക്ക് കഴിയില്ല എന്നാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? സെക്കൻഡ് സ്റ്റാൻസ നോക്കൂ. സോ ഹാക്ക് ആൻഡ് ചോപ്പ്. വെട്ടി മുറിച്ചാലും അതുപോലെ ചെറു കഷ്ണങ്ങളായി നുറുക്കിയാലും ബട്ട് ദിസ് അലോൺ വോണ്ട് ഡു ഇറ്റ്. എന്നാലും തന്നെ ആ മരത്തിനെ കൊല്ലാൻ കഴിയുകയില്ല. നോട്ട് സോ മച്ച് പെയിൻ വിൽ ഡു ഇറ്റ്. എന്നാൽ ആ വേദനയും അതുകൊണ്ടുണ്ടായ വേദനയൊന്നും കൊണ്ട് തന്നെ അതിനെ നമുക്ക് വീഴ്ത്താൻ കഴിയുകയില്ല, കൊല്ലാൻ കഴിയുകയില്ല. ദ ബ്ലീഡിംഗ് ബാർക്ക് വിൽ ഹീൽ. രക്തം വാർന്നൊഴുകുന്ന ആ തൊലി എല്ലാം എന്ത് ചെയ്യും? ഉണങ്ങിപ്പോകും. ബ്ലീഡിംഗ് ബാർക്ക്, ബ്ലീഡിംഗ് എന്ന് പറഞ്ഞ രക്തം അല്ലേ? ഇവിടെ മരത്തിൻ്റെ രക്തം എന്ന് പറയുന്നത് മരം വെട്ടുന്ന സമയത്ത് കറ ഒലിക്കാറുണ്ട്, നിങ്ങൾ കാണാറുണ്ടായിരിക്കും കറ ഒലിക്കുന്നത്. ഈ കറയെയാണ് ഇവിടെ രക്തമായിട്ട് ഉദ്ദേശിക്കുന്നത്. മരത്തിൻ്റെ കറയെയാണ് മരത്തിൻ്റെ രക്തവുമായിട്ട് പറയുന്നത്. ഓക്കെ. ആൻഡ് ഫ്രം ക്ലോസ് ടു ദ ഗ്രൗണ്ട്. എന്നിട്ട് അത് എന്ത് ചെയ്യും? എന്നിട്ട് ഗ്രൗണ്ടിൻ്റെ അടുത്ത് നിന്നും എന്ത് ചെയ്യും? വിൽ റൈസ് കേൾഡ് ഗ്രീൻ ടേക്സ്. എന്നിട്ട് ഗ്രൗണ്ടിൻ്റെ അടുത്ത് നിന്ന് എന്താ വരിക? മുളച്ച് വരും, അതുപോലെ അല്ലെങ്കിൽ വളർന്നു വരും. എന്താണ് വളർന്നു വരിക? വളഞ്ഞ പച്ച
twigs, പച്ച ചില്ലകളായിട്ട് തളിർത്ത് വരും അല്ലേ. നാം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിലത്തേക്ക് വീഴും, ഗ്രൗണ്ടിലൂടെ ചാരി വീഴും. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് വീണ്ടും എന്ത് ചെയ്യും, ഗ്രൗണ്ടിൽ നിന്നും മണ്ണിൻ്റെ അടുത്ത് നിന്ന് എന്താകും, വീണ്ടും പുതിയ ഇലകൾ വരാൻ തുടങ്ങും അല്ലെ, തളിർത്ത് വരാൻ തുടങ്ങും. മിനിച്ചർ ബോർഡ്സ് വലിയ ശിഖരത്തിൻ്റെ ചെറിയ രൂപങ്ങളായി, വലിയ ശിഖരത്തിൻ്റെ ചെറിയ രൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇലകളെല്ലാം തളിർത്ത് വരുന്ന മുളച്ചു വരുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. മുളച്ചു വരും. വിച്ച് ഈഫ് അൺചെക്ഡ് വിൽ എക്സ്പാൻഡ് അഗെയിൻ ടു ഫോമർ സൈസ്. അവയെ നമ്മൾ തടഞ്ഞില്ലെങ്കിൽ അത് എന്ത് ചെയ്യും, വീണ്ടും പടർന്ന് പന്തലിച്ച് അത് പഴയ വലിപ്പത്തിലേക്ക് തന്നെ വരും. ടു ഫോമർ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം എത്ര വലിപ്പം ഉണ്ടായിരുന്നു ആ മരം, അതുപോലെ അത്രയും വലിപ്പത്തിലേക്ക് തന്നെ അത് വലുതായി വരും. ഏതിൻ്റെ കാര്യം പറയുന്നത്, ആ ചെറിയ ചില്ലകൾ തളിർത്ത് വരുമെന്ന് പറഞ്ഞില്ലേ, ആ ചെറിയ ചില്ലകൾ തളിർത്ത് വന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യും, എക്സ്പാൻഡായി അത് പഴയ രൂപത്തിലേക്ക്, പഴയ മരത്തിൻ്റെ അത്രയും വലിപ്പത്തിലേക്ക് തന്നെ അത് മാറും എന്നാണ് പറയുന്നത്. നോക്കൂ, നോ അല്ല, എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. എങ്ങനെയല്ല എന്നാ പറയുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ മരം ഇപ്പോൾ നശിച്ചിട്ടില്ല അല്ലേ, പുതിയതായിട്ട് നേരത്തെ ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ പുതിയ ഇലകൾ വരും, അത് പഴയ രൂപത്തിലേക്ക് മാറും. എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെ ചെയ്യേണ്ടത് നോക്കൂ. ദ റൂട്ട് ഈസ് ടു ബി പുൾഡ് ഔട്ട്. വേര് വലിച്ചു പുറത്തെടുക്കണം. ഔട്ട് ഓഫ് ദ ആങ്കറിങ് എർത്ത്. ഉറച്ചു നിൽക്കുന്ന ഭൂമിയിൽ നിന്നും അല്ലെ. വലിയ മരത്തിന് വലിയ നല്ല കട്ടിയുള്ള വേരുകളായിരിക്കും താഴേക്ക്, ഭൂമിൻ്റെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അതാണ് ആ മരത്തിനെ അവിടെ പിടിച്ചു നിർത്തുന്നത് അല്ലെ. അതെന്ത് ചെയ്യണം, നമ്മൾ വലിച്ചു പുറത്തേക്ക് എടുക്കണം. ഇറ്റ് ഈസ് ടു ബി റോപ്ഡ് ടൈഡ്. എന്നിട്ട് എന്ത് ചെയ്യണം, കയറ് കൊണ്ട് ബന്ധിപ്പിക്കണം, കെട്ടിമുറുക്കണം. ആൻഡ് പുൾഡ് ഔട്ട്, സ്നാപ്ഡ് ഔട്ട് ഓർ പുൾഡ് ഔട്ട് എൻറ്റയർലി. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് വലിച്ചു പുറത്തെടുക്കണം, വലിച്ച് പൊട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പൂർണ്ണമായും പിഴുതെടുക്കണം എന്നാണ് പറയുന്നത്. ഔട്ട് ഫ്രം ദ എർത്ത് കേവ്. എവിടെ നിന്നാണ് നമ്മൾ പൂർണ്ണമായും പിഴുതെടുക്കേണ്ടത്? ഭൂമിയുടെ ഗുഹയിൽ നിന്നും. ഭൂമിയുടെ ഗുഹ എന്ന് പറയുമ്പം എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഭൂമിയുടെ അടിയിലാണ് ഇതിൻ്റെ വേരുകൾ കിടക്കുന്നത് അല്ലേ. ആ ഉള്ളറയിലാണ്, ഭൂമിയുടെ ഉള്ളിലാണ് വേരുകൾ താഴ്ന്നിറങ്ങിയിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് പഴക്കമുള്ള മരങ്ങളൊക്കെ ആണെങ്കിൽ, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണെങ്കിൽ ഒരുപാട് താഴേക്കായി ഇറങ്ങിപ്പോയിട്ടുണ്ടാകും. അതെന്ത് ചെയ്യണം, അത് വലിച്ചെടുക്കണം. അതൊരു ഗുഹ പോലെയാകും അപ്പോൾ അല്ലേ. അതാണ് ഭൂമിയുടെ ഗുഹയിൽ നിന്നും ആ വേരുകളെല്ലാം നമ്മൾ വലിച്ചെടുക്കണം. ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ ട്രീ എക്സ്പോസ്ഡ്. അങ്ങനെ ആകുമ്പോൾ എന്താണ്, മരത്തിൻ്റെ ശക്തിയെല്ലാം വെളിച്ചത്താകും അല്ലെ. മരത്തിൻ്റെ ശക്തി നഷ്ടപ്പെടും അല്ലേ. ആ വലിയ വേരുകൾ പിഴുതെടുക്കുന്നതോടുകൂടി അതിൻ്റെ ശക്തി നഷ്ടപ്പെടും എന്നാണ് തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റാൻസ നോക്കാം. ദ സോഴ്സ് വൈറ്റ് ആൻഡ് വെറ്റ്. മരത്തിൻ്റെ ഉറവിടം ഏതായിരുന്നു? റൂട്ട് അല്ലേ. ഭൂമിയുടെ അടിയിലേക്ക് പോയിട്ടുള്ള സ്ട്രോങ് ആയി കിടക്കുന്ന ഭൂമിയുടെ ഗുഹയ്ക്കുള്ളിലുള്ള ആ റൂട്ട് എന്തായി, ആ സോഴ്സ് അതാണ് മരത്തിൻ്റെ ഉറവിടം. അത് എങ്ങനെയുള്ളതാണ്? വൈറ്റ് ആൻഡ് വെറ്റ്. വെളുത്ത് നനഞ്ഞ, ദ മോസ്റ്റ് സെൻസിറ്റീവ്, വളരെ ലോലമായ, ഹിഡൻ ഫോർ ഇയേഴ്സ് ഇൻസൈഡ് ദ എർത്ത്. വർഷങ്ങളായി, ഒരുപാട് കാലങ്ങളായി ഭൂമിയുടെ അടിയിൽ, ഇൻസൈഡ് എന്ന് പറഞ്ഞ ഭൂമിയുടെ ഉള്ളിൽ ഒരുപാട് കാലമായി ഒളിച്ചിരിക്കുന്ന ആ വേര് ഇപ്പം എന്ത് ചെയ്തു? പുറത്തെടുത്തു. ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഇപ്പോൾ നമ്മൾ ആ വേരുകൾ പുറത്തെടുത്തു. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് ദെൻ ദ മാറ്റർ. ഇനിയുള്ള കാര്യം എന്താണ്? ഓഫ് സ്കോച്ചിങ് ആൻഡ് ചോക്കിങ് ഇൻ സൺ ആൻഡ് എയർ. വെയിലത്തും അതുപോലെ വായുവിലും കിടന്ന് പൊള്ളി ശ്വാസം മുട്ടണം അല്ലേ. ശ്വാസം മുട്ടിക്കണം അതിനെ. എന്നിട്ട് പിന്നെന്ത് ചെയ്യണം? അപ്പോൾ അത് എന്തായി മാറുമെന്നാ പറയുന്നത്? വെയിലത്തും വായുവിലും കിടന്ന് പൊള്ളി ശ്വാസം മുട്ടി ഇനി അതിനെന്ത് സംഭവിക്കും? ബ്രൗണിങ്, ഹാർഡനിങ്, ട്വിസ്റ്റനിങ്, വിതറിങ്. എന്തെല്ലാം സംഭവിക്കും? അത് ബ്രൗൺ കളറായി മാറും, കട്ടിയാകും, അതുപോലെ വളഞ്ഞ് ഉണങ്ങേണ്ട കാര്യം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ എന്തുള്ളൂ? ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡൺ. അതോടുകൂടി മരത്തെ കൊല്ലുക എന്ന ജോലി കഴിഞ്ഞു അല്ലേ. അതോടുകൂടി എല്ലാം കഴിഞ്ഞു. ഇപ്പോഴാണ് മരത്തെ കൊല്ലുക എന്നുള്ള ഒരു ജോലി പൂർത്തിയാക്കിയത്. മനസ്സിലായല്ലോ? ഇത്രയാണ് ഈ ഓൺ കില്ലിങ് എ ട്രീ എന്നുള്ള
പോയം എന്ന് പറയുന്നത്. വളരെ ചെറിയ പോയമാണെങ്കിലും വളരെ അർത്ഥമുള്ള, വളരെയധികം ആഴത്തിലുള്ള ഒരു അർത്ഥമുണ്ട് ഇതിന്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു മരത്തെ കൊല്ലുക അത്ര ഈസി അല്ല അല്ലേ? മരത്തെ കൊല്ലുക എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വെട്ടി മാറ്റിയാൽ അതെന്താവില്ല, അതിനെ കൊല്ലുകയാവില്ല. കാരണം അത് നശിക്കാൻ സാധിക്കില്ല. അത് വീണ്ടും എന്ത് ചെയ്യും? ഗ്രൗണ്ടിനോട് ചേർന്ന് വീണ്ടും പുതിയ ഇലകൾ മുളച്ച് വന്ന് വീണ്ടും അത് ഫോമ സ്റ്റേജിലേക്ക് മാറും. എന്നാൽ അങ്ങനെയല്ല ആ മരത്തെ നശിപ്പിക്കേണ്ടത്. അതിൻ്റെ വേരോട് കൂടി പിഴുതെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? മുഴുവനായിട്ടുള്ള വേര് പിഴുതെടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങണം. ബ്രൗൺ കളറായി മാറണം. അതുപോലെ അത് കട്ടിയായി മാറണം. എന്നാൽ മാത്രമേ ആ മരം നശിച്ചു, അതിനെ കൊന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ കവിതയിലൂടെ കവി എന്താണ് പറയുന്നത് നമ്മോട്? കവിക്ക് ഒരിക്കലും ഒരു മരത്തിനെ കൊല്ലാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് നമ്മുടെ ഈ കവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കവി എന്താ പറയുന്നത്? ഈ കവി ഒരു പരിഹാസ രൂപത്തിൽ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. കാരണം എന്താണ്? ഒരു മരത്തെ നിങ്ങൾക്ക് കൊല്ലണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു കത്തി കൊണ്ട് വെട്ടിയാലോ കുത്തിയാലോ ഒന്നും അതിനെ കൊല്ലാൻ കഴിയുന്നില്ല, അത് നശിക്കുന്നില്ല. അത് നിങ്ങൾക്ക് കൊല്ലണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മുഴുവനായിട്ട് അതിനെ പിഴുതെടുത്ത് ഉണക്കി കഴിഞ്ഞാൽ മാത്രമേ അതിനെ നശിപ്പിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്ന് ഒരു പരിഹാസ രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് കവി ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്യാനാണ്. വളരെ കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് ഇത് ആക്ടിവിറ്റീസ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ നോക്കാം. ലെറ്റേഴ്സ് റീവിസിറ്റ് ആൻഡ് എൻജോയ് ദ പോയം എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ. ക്വസ്റ്റ്യൻ: വാട്ട് ക്യാൻ യു ഇൻഫർ ഫ്രം ദ വേർഡ്സ് ബ്ലീഡിംഗ് ബാർക്ക്? എന്താണ് ബ്ലീഡിംഗ് ബാർക്ക് എന്ന പദം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ബ്ലീഡിംഗ് ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ആൻസർ നോക്കൂ. The bleeding bark is the place from where the tree is cut off. Bleeding bark എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ എവിടെയാണോ മരം മുറിക്കുന്നത് അവിടെ നിന്ന് വരുന്നതിനെയാണ് bleeding bark എന്ന് പറയുന്നത്. The sap of the tree will be oozing out from the wounded bark like blood comes from a wounded in our body. നമ്മുടെ ബോഡിയിൽ ഒരു മുറിവുണ്ടായാൽ ബ്ലഡ് വരും അല്ലേ? അപ്പോൾ നമ്മൾ ബ്ലീഡിങ് എന്ന് പറയും. അതുപോലെ മരത്തിനെ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഒലിക്കുന്ന ഊസിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒലിച്ച് പുറത്ത് വരുന്ന ആ കറയില്ലേ, ഒരു ദ്രാവകം പോലത്തെ ഒരു കറ വരും മരം മുറിക്കുമ്പോൾ. ആ കറയെയാണ് ഇവിടെ ബ്ലീഡിങ് എന്നത്, മരത്തിൻ്റെ രക്തം അല്ലേ? മരത്തിൻ്റെ രക്തം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് മരക്കറയെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ദെൻ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ബൗസ് ആർ അൺചെക്ക്ഡ്? ഈ ബൗസ് എന്ന് പറഞ്ഞു അല്ലേ? അതായത് ഈ തളിർത്ത് വരുന്ന ഇലകൾ, വേരുകളിൽ നിന്നും മുറിച്ചു മാറ്റപ്പെട്ട മരത്തിൻ്റെ ഗ്രൗണ്ടിൻ്റെ അടിയിൽ നിന്നും മുളച്ചു പൊന്തുന്ന ആ ഇലകൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? If the boughs are unchecked, they will grow to their former size again. അല്ലേ? അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് എന്ത് ചെയ്യും? അത് അതിൻ്റെ പഴയ സൈസിലേക്ക് തന്നെ മരം എത്ര വലുപ്പമുണ്ടായിരുന്നോ ആദ്യം അത്രയും വലുപ്പത്തിലേക്ക് തന്നെ അത് വളർന്ന് പന്തലിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് വാസ് ഡൺ ടു ദ റൂട്ട്സ് അറ്റ് ലാസ്റ്റ്? ഈ റൂട്ടിനെ നമ്മൾ എന്താണ് അവസാനമായിട്ട് ചെയ്യേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളാണ് അവസാനം പുറത്തെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്? ആൻസർ നോക്കൂ. ദ റൂട്ട്സ് വർ റോപ്ഡ്, ടൈഡ് ആൻഡ് പുൾഡ് ഔട്ട് എൻറ്റയർലി ഫ്രം ദ ആങ്കറിങ് എർത്ത്. കയറ് കൊണ്ട് ബന്ധിപ്പിച്ച് കെട്ടിമുറുക്കിയിട്ട് എന്ത് ചെയ്യണം? വലിച്ച് പുറത്തെടുക്കണം. എവിടെ നിന്ന്? ഉറച്ചു നിൽക്കുന്ന ഭൂമിയിൽ നിന്നും അല്ലേ? ഭൂമിയുടെ അടിയിൽ നിന്നും ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും വലിച്ച് പുറത്തെടുക്കണം എന്നാണ് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. How does the poet describe the life source of the tree? എങ്ങനെയാണ് പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് ഒരു ട്രീയുടെ ജീവിത ഉത്ഭവത്തെക്കുറിച്ച് കവി എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കൂ. ദ ലൈഫ് സോഴ്സ്, ജീവിത ഉത്ഭവം എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് പാർട്ട് ഓഫ് ദ ട്രീ ഈസ് വൈറ്റ് ആൻഡ് വെറ്റ്. ഇറ്റ് ഈസ് ഹിഡൻ ഇൻസൈഡ് ദ എർത്ത് ഫോർ ഇയേഴ്സ്.
മരത്തിൻ്റെ ഉറവിടം അല്ലേ, മരത്തിൻ്റെ ഉറവിടം എന്താണെന്ന് പറയുന്നത് വെളുത്ത് നനഞ്ഞ വളരെ ലോലമായ ഒരു കാര്യമാണ് അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അത് വർഷങ്ങളോളം ആയിട്ട് എവിടെയാണ് കിടക്കുന്നത്? ഭൂമിയുടെ ഉള്ളിലാണ് കിടക്കുന്നത്, ഭൂമിക്ക് ഏറ്റവും അടിയിലാണ് കിടക്കുന്നത്. അതാണ് ജീവിതത്തിൻ്റെ മരത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് വേരുകളാണ് അല്ല. ആ വേരുകൾ എടുത്ത് നശിപ്പിച്ചെങ്കിലേ മരം പൂർണ്ണമായി നശിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് വേരുകളാണ് ജീവിതത്തിൻ്റെ ഉറവിടമായി, മരത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉറവിടമായി കവി പറയുന്നത്. ഓക്കെ, ആക്ടിവിറ്റി 1 നോക്കൂ. ആക്ടിവിറ്റി 1 എ നോക്കൂ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ടൈറ്റിൽ ഓൺ കില്ലിങ് എ ട്രീ? ഈസ് ഇറ്റ് ടു കിൽ എ ട്രീ? ജസ്റ്റിഫൈ ദ ടൈറ്റിൽ ഇൻ യുവർ ഓൺ വേർഡ്സ്. നമ്മുടെ ടൈറ്റിൽ അല്ലെ, നമ്മുടെ ഹെഡിങ് എന്താണ്? ഓൺ കില്ലിങ് എ ട്രീ എന്നുള്ളതാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു മരത്തെ കൊല്ലണം എന്നാണ്? ഈസ് ഇറ്റ് ടു കിൽ എ ട്രീ? ഇതെന്താണ്? ഇത് മരത്തെ കൊല്ലണം എന്ന് പറയുന്നതാണോ ഈ ഹെഡിങ് എന്ന് പറയുന്നത്? നമ്മൾ മരത്തെ കൊല്ലണം എന്ന് പറയുന്നതാണോ ഈ ഹെഡിങ്? ജസ്റ്റിഫൈ ദ ടൈറ്റിൽ യുവർ ഓൺ വേർഡ്സ് എന്നാണ് പറയുന്നത്. ആൻസർ നോക്കൂ. The title is an excellent one because it speaks of the complete destruction of the tree. അല്ലേ, ഇതിൽ മുഴുവനായിട്ട് പറയുന്നുണ്ട് എന്ത്? ഒരു മരത്തെ എങ്ങനെ നശിപ്പിക്കണം, മുഴുവനായിട്ടും എങ്ങനെ നശിപ്പിക്കണം എന്ന് കൃത്യമായി ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് merely cutting it down but ensuring that it does not regrow. എന്താണ്? ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് താഴെ ഇട്ടാൽ അതുകൊണ്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പ് വരുത്തണം അത് ഇനി റീഗ്രോ ചെയ്യില്ല. റീഗ്രോ എന്ന് പറഞ്ഞാൽ വീണ്ടും അത് പുനർജനിക്കില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം എന്നാണ് പറയുന്നത്. നോക്കൂ. ദ പോയറ്റ് പ്രസൻറ്റ്സ് ദ ട്രീ ആസ് എ ഹ്യൂമൻ ബീയിങ് ദാറ്റ് ഹാസ് ഓൾ ദ ഇമോഷൻസ് സച്ച് ആസ് പ്ലഷർ ആൻഡ് പെയിൻ. വേദനയും അതുപോലെ സന്തോഷവും തുടങ്ങിയ വികാരങ്ങൾ, മനുഷ്യന്മാർക്കുള്ള വികാരങ്ങളെല്ലാം തന്നെ ട്രീക്കും ഉണ്ട് എന്ന് പോയറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. മരങ്ങൾക്കും ഇതുപോലെയുള്ള വികാരങ്ങൾ ഉണ്ട് എന്നാണ് പോയറ്റ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ, ആൻഡ് ഔട്ട് ഓഫ് ഹിസ് ലെപ്പറസ് ഹൈഡ്. എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ അല്ലെങ്കിൽ പരുപരുത്ത തടിയിൽ നിന്നും അത് പുറത്തേക്ക് വരുന്നുണ്ട്, പൊട്ടിമുളച്ച് പുതിയ ഇലകളായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ. Pick out another example of personification from the poem. ഇനി നിങ്ങളോട് ബാക്കിയുള്ള പേഴ്സോണിഫിക്കേഷനുള്ള എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. പേഴ്സൺസുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സൺസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുപോലെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ പോയത്തിലൂടെ ഉൾപ്പെടുത്തുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. പേഴ്സൺസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സൺസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ മരങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ലൈൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും നോക്കൂ. ഫീഡിങ് അപ്പോൺ ഇറ്റ്സ് ക്രസ്റ്റ് അല്ലേ, ഒരു ഉപരിതലത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഫീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അബ്സോർബിങ്, ആഗിരണം ചെയ്യുന്നു. ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, എയർ, വാട്ടർ, വർഷങ്ങളായിട്ട് സൂര്യപ്രകാശവും വായുവും വെള്ളവും എല്ലാം ആഗിരണം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ബ്ലീഡിങ് ബാർക്ക് എന്നുള്ള ലൈനും നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർത്ത് എഴുതി വെക്കുക. See, the bleeding bark will heal. രക്തം വാർന്നൊഴുകുന്ന ആ തൊലി എന്ത് ചെയ്യും? ഉണങ്ങും. The word bleeding and bark begin with the same sound അല്ലേ. ബ്ലീഡിങ് ബ് എന്നും അതുപോലെ ബാർക്കിൽ ബ് എന്നും ഉണ്ട്. അതെന്ത് ചെയ്യുന്നത്? അത് ബിഗിൻ വിത്ത് സെയിം സൗണ്ടാണ് അല്ലേ. അത് തുടങ്ങുന്നത് ഒരേ ശബ്ദത്തിലല്ലേ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ തോന്നുന്നല്ലേ. ബ്ലീഡിങ് ബ്, അതുപോലെ ബാർക്കിൽ ബ്, ബാർക്ക് ബ്. അങ്ങനെ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അല്ലിട്രേഷൻ. അങ്ങനെയുള്ള ഒരു ലൈനിൽ തന്നെ ഒരേ സെയിം ലെറ്റർ, സെയിം പ്രൊനൗൺസിയേഷൻ തുടങ്ങുന്ന വേർഡ്സുകൾ ഉണ്ടെങ്കിൽ അതിന് അല്ലിട്രേഷൻ എന്നാണ് പറയുക. നിങ്ങൾക്ക് അറിയാമായിരിക്കും. പോയറ്റിക് ഡിവൈസസ് ആണ് പേഴ്സോണിഫിക്കേഷൻ, അല്ലിട്രേഷൻ, മെറ്റഫർ, സിമിലി എന്ന് തുടങ്ങുന്നതൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ്, പോയംസിന് മാത്രമുള്ളതാണ്. അപ്പോൾ അല്ലിട്രേഷൻ എന്താണ്? ഒരു ലൈനിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, ഒറ്റ ലൈനിൽ തന്നെ ആയിരിക്കണം. ഒരു ലൈനിൽ എന്താവണം? ഒന്നിൽ കൂടുതൽ വേർഡ്സ്, ഒരു വേർഡ്സ് ആയാൽ പറ്റില്ല, 2 വേർഡ്സ് അല്ലെങ്കിൽ 3 വേർഡ്സ് എല്ലാം ആകാം. ഒന്നിൽ കൂടുതൽ വേർഡ്സുകൾ തുടങ്ങുന്നത് ഒരേ സൗണ്ടിലായിരിക്കണം, ഒരേ പ്രൊനൗൺസിയേഷൻ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ അല്ലിട്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ,
ഫൈൻഡ് ഔട്ട് സിമിലർ ലൈൻ ഫ്രം ദ പോയം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അതിലെ അങ്ങനത്തെയുള്ള അല്ലിട്രേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളോട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, വൈറ്റ് ആൻഡ് വെറ്റ് അല്ലേ, അതിൽ ഒരു ലൈനാണ്. അതിൽ WW വൈറ്റ് വ് ഉണ്ട്, അതുപോലെ വെറ്റ് വ് എന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ വൈറ്റ് ആൻഡ് വെറ്റ് വ് എന്നുള്ള സൗണ്ട് സെയിം ആണ് അല്ലേ, സെയിം പ്രൊനൗൺസിയേഷൻ ആണ്. അതുകൊണ്ടാണ് അത് അല്ലിട്രേഷന് എക്സാമ്പിളായിട്ട് പറയുന്നത്. അതുപോലെയുള്ള സൗണ്ടുകൾ ഇനിയുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആൻസർ ഒന്ന് എഴുതി വെക്കുക. ഇനിയുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് എഴുതി വെക്കുക. ഓക്കെ. Then D നോക്കൂ, ആൻഡ് ഫ്രം ക്ലോസ് ദ ഗ്രൗണ്ട് വിൽ റൈസ് കോൾഡ് ഗ്രീൻ ടേക്സ്. എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ? ഇത് പോയത്തിലെ ഒരു ലൈനാണ് അല്ലേ. മരം എന്ത് ചെയ്യും? ഗ്രൗണ്ടിനോട് അടുത്ത് നിന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? അതിൽ നിന്ന് പുതിയ പച്ചിലകൾ എന്ത് ചെയ്യും? തളിർത്ത് വരും, മുളച്ചു പൊന്തും. See how beautifully the poet visualized the image of curled green twigs. അല്ലെ, വളരെ മനോഹരമായിട്ട് കവി ഇത് ചിത്രീകരിച്ചിരിക്കുന്നു. ലിസ്റ്റ് ഔട്ട് അതർ വിഷ്വൽ ഇമേജ് ഫ്രം ദ പോയം. ബാക്കിയുള്ള വിഷ്വൽ ഇമേജ് ഇതിനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ്വൽ ഇമേജ് നിങ്ങൾക്കറിയാമോ? വിഷ്വൽ ഇമേജ്, ഓഡിയോ ഇമേജ്, എല്ലാം ഓഡിറ്ററി ഇമേജ് ഒക്കെ ഉണ്ട്. വിഷ്വൽ ഇമേജ് എന്താ? നമ്മൾ അത് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ വിഷ്വൽ നമ്മുടെ മനസ്സിലേക്ക് വരണം അല്ലേ. ഇപ്പോൾ ഇതിൽ തന്നെ ഗ്രൗണ്ടിനോട്, ആ തടി ഗ്രൗണ്ടിനോട് അടുത്ത് കിടന്ന് അതിൽ നിന്ന് തളിരിലകൾ പൊട്ടിമുളക്കുന്നത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു ചിത്രം വരുന്നുണ്ട് അല്ലേ. ആ ചിത്രം വരുന്നതിനാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. എന്നാൽ ഓഡിറ്ററി ഇമേജ് എന്ന് പറയുമ്പോൾ ആ പോയം വായിക്കുമ്പോൾ നമുക്ക് കേട്ടതുപോലെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അതിനെയാണ് ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നത്. ഇവിടെ വിഷ്വൽ ഇമേജ് ആണ്, അത് നമുക്ക് കണ്ടതുപോലെയുള്ളൊരു ഫീലിംഗ് ആണ്. അതിനെയാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ലൈനുകൾ ഉണ്ടെങ്കിൽ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ആൻസർ നോക്കൂ. ഇറ്റ് ഹാസ് ഗ്രോൺ സ്ലോവിലി കൺസ്യൂമിങ് ദ എർത്ത്, റൈസിങ് ഔട്ട് ഓഫ് ഇറ്റ്, ഫീഡിങ് അപ്പോൺ ഇറ്റ്സ് ക്രസ്റ്റ്, അബ്സോർബിങ് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, എയർ ആൻഡ് വാട്ടർ അല്ലേ. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിലുള്ളതാണ്. പതുക്കെ ഭൂമിയെ തിന്നിട്ട് അത് പുറത്തേക്ക് വരികയും ക്രസ്റ്റിൽ നിന്ന് ഫീഡ് ചെയ്യുകയും അതുപോലെ വെള്ളവും സൂര്യപ്രകാശവും വായുവും എല്ലാം ആഗിരണം ചെയ്തിട്ടാണ് അത് വളർന്നു വരുന്നത്. അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ചിത്രം. പിന്നെ ദ റൂട്ട് ഈസ് ടു ബി റോപ്പ്ഡ്, ടൈഡ് ആൻഡ് പുൾഡ് ഔട്ട്. അതുപോലെ റൂട്ടിനെ പറ്റി പറയുന്ന ലൈൻ ഉണ്ട് അല്ലേ. അത് കയറ് കൊണ്ട് ബന്ധിപ്പിക്കുകയും അതുപോലെ കെട്ടിട്ട് എന്ത് ചെയ്യണം? അത് പുൾഡ് ഔട്ട്, അത് പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. ആ വലിച്ചെടുക്കുന്ന ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് അല്ലെ, വിഷ്വൽ ഇമേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് എഴുതാൻ പറഞ്ഞത്. ദെൻ ദ മാറ്റർ ഓഫ് സ്കോച്ചിങ് ആൻഡ് ചോക്കിംഗ് ഇൻ സൺ ആൻഡ് എയർ, ബ്രൗണിങ് ആൻഡ് ഹാർഡനിങ്, ട്വിസ്റ്റിംഗ് ആൻഡ് വെതറിങ്. ഇത് ലാസ്റ്റ് സ്റ്റാൻസയിലുള്ളതാണ്. എന്താണ്? അത് ഉണക്കാനിടുന്ന ഒരു രൂപം. നമ്മൾ വെയിലത്ത് ആ തടീനെ എന്ത് ചെയ്യുന്നുണ്ട്? വെയിലിലേക്ക് ഉണക്കാനിട്ട് അത് ബ്രൗൺ കളറായി മാറുന്നതെല്ലാം, കട്ടിയായി മാറുന്നതെല്ലാം പറയുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രമായി വരുന്നുണ്ട് അല്ലേ. വരുന്നില്ലേ? നിങ്ങൾക്കും വരുന്നുണ്ടാവും അല്ലേ. അങ്ങനെ വരുന്നതിനെയാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഇതെല്ലാം വിഷ്വൽ ഇമേജിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. Then E നോക്കൂ, do the expressions bleeding bark and the rice curled green twigs have the same meaning in the poem? bleeding bark അല്ലെങ്കിൽ rice curled green twigs, ഇത് രണ്ടിനും ഒരേ അർത്ഥമാണോ ഇതിലുള്ളത്, ഈ പോയത്തിൽ ഉള്ളത്? ഡിസ്കസ് ഹൗ ദേ കോൺട്രാസ്റ്റ് വിത്ത് ഈച്ച് അതർ. ഇത് രണ്ടും എങ്ങനെയാണ് കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ളത്, ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് ആശയങ്ങളും വിപരീതമായിരിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ചോദ്യം. ആൻസർ നോക്കൂ. ദ എക്സ്പ്രഷൻസ് ബ്ലീഡിംഗ് ബാർക്ക് ആൻഡ് റൈസ് കേൾഡ് ഗ്രീൻ twigs ഡോണ്ട് ഹാവ് ദ സെയിം മീനിങ് അല്ലേ. ഒരേ മീനിങ് അല്ല, നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ദ എക്സ്പ്രഷൻ ബ്ലീഡിംഗ് ബാർക്ക് ഷോ ദ ഡിസ്ട്രക്ഷൻ. ബ്ലീഡിംഗ് ബാർക്ക് എന്ന് പറയുന്നത് എന്താണ്? അത് ഡിസ്ട്രക്ഷൻ ആണ് അല്ലേ, മരത്തെ കൊല്ലുകയാണ്, മരത്തെ നശിപ്പിക്കുകയാണ്. ബ്ലീഡിംഗ് ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു? രക്തം ഒഴുകുകയാണ്, അതായത് മരക്കറ ഒഴുകുകയാണ്. മരക്കറ എപ്പോഴാണ് ഉണ്ടാകുക? മരം കട്ട് ചെയ്യുന്ന സമയത്താണ് മരക്കറ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അത് മരം മുറിക്കുന്നത് മരത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ റൈസ് കേൾഡ് ഗ്രീൻ ട്വിഗ്സ് എക്സ്പ്രസസ് ദ ഗ്രോത്ത് അല്ലേ. റൈസ് കേൾഡ് ഗ്രീൻ ട്വിഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല തളിരിലകൾ എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടിമുളച്ച് വരുന്നുണ്ട്. അതെന്താണ്? അത് അതിൻ്റെ ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ടും വിപരീത ആശയങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്.
മനസ്സിലായല്ലോ? ഈ രണ്ട് വേർഡ്സും രണ്ട് സെൻറ്റൻസും രണ്ടും വിപരീതമായിട്ടുള്ള അർത്ഥങ്ങളാണ്. ഒന്ന് നശിക്കുകയും മറ്റേത് മുളച്ച് വരികയുമാണ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഷോ പെയിൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഷോ പ്ലഷർ. അല്ലേ? ഫസ്റ്റ് വൺ വേദനയാണ്, എന്നാൽ രണ്ടാമത്തേത് പറഞ്ഞത്, അതായത് രണ്ടാമത്തേത് എന്താ, കേൾഡ് ഗ്രീൻ ടിക്സ് എന്നുള്ളത് അതൊരു സന്തോഷമാണ്. സോ ദേ ആർ കോൺട്രാസ്റ്റിംഗ് എക്സ്പ്രഷൻ. അതുകൊണ്ട് ഇത് രണ്ടും വിപരീത ആശയങ്ങളാണ്. അല്ലേ? ഇത് രണ്ടും വിപരീതമായിട്ടുള്ള ആശയങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ? ആക്ടിവിറ്റി 2 നോക്കൂ. ദ ട്രീസ് വിത്ത്സ്റ്റാൻഡ്സ് ഈവൻ ദ ഹാർഡസ്റ്റ് ബ്ലോ ആൻഡ് ഗാഷ്. ഫിൽ ദ കോളംസ് ഗിവൺ ബിലോ. നിങ്ങൾക്ക് താഴെ 2 കോളംസ് തന്നിട്ടുണ്ട് അല്ലേ? ഒന്നാമത്തെ കോളത്തിൽ എന്താണ്? വേർഡ്സ് ഓർ ആക്ഷൻ വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഗ്രോത്ത് ആൻഡ് ദ സർവൈവൽ ഓഫ് ദ ട്രീ. ഒരു മരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും അതുപോലെ വളർച്ചയ്ക്ക് വേണ്ടിയും പോയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ ആക്ഷൻസ് എന്തെല്ലാമാണ് എന്നുള്ള വേർഡ്സുകൾ നിങ്ങൾ അതിൽ കണ്ടെത്തി എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ എന്താ എഴുതേണ്ടത്? വേർഡ്സ് ഓർ ആക്ഷൻസ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ദ കില്ലിംഗ് ഓഫ് എ ട്രീ. ഒരു മരത്തിനെ കൊല്ലുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന, കൊല്ലുക എന്ന് അർത്ഥമാക്കുന്ന രീതിയിലുള്ള വേർഡ്സുകളോ അല്ലെങ്കിൽ ആക്ഷൻസോ ഉണ്ടെങ്കിൽ പോയത്തിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായാലും? 2 കോളത്തിലും എഴുതേണ്ടത് ഒന്നിൽ ഗ്രോത്തിനെ സംബന്ധിച്ച വേർഡ്സുകളും മറ്റേ കോളത്തിൽ അതിനെ കൊല്ലുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ള വേർഡ്സുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്, അതിനുള്ള വേർഡ്സുകളും അല്ലെങ്കിൽ ആക്ഷൻസുകളോ ഉണ്ടെങ്കിൽ അത് എടുത്തെഴുതാനാണ് പറഞ്ഞിരുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടല്ലോ? ആൻസർ നോക്കാം. അപ്പോൾ നമുക്ക് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഗ്രോത്ത് ആൻഡ് സർവൈവൽ ഓഫ് ദ ട്രീ, അതായത് വളർച്ചയും നിലനിൽപ്പും എന്നുള്ള കോളത്തിൽ നമുക്ക് എന്തെല്ലാം എഴുതാം? കൺസ്യൂം റൈസ് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെല്ലാം നമുക്ക് എഴുതാൻ പറ്റും? ഫീഡ് എന്ന് എഴുതാം. അതുപോലെ അബ്സോർബ്, സ്പ്രൗട്ടിങ്, എക്സ്പാൻഡ് എന്നിവ എഴുതി കൊടുക്കാം നമുക്ക്. ദെൻ മറുകോളത്തിൽ, അതായത് കൊല്ലുക എന്നുള്ള, ഒരു മരത്തിനെ കൊല്ലുക എന്നുമായി ബന്ധപ്പെട്ട വേർഡ്സുകൾ എന്തെല്ലാമാണ്? കിൽ, ജാബ് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എന്തൊക്കെ എഴുതാം? സ്നാപ്ഡ് ഔട്ട് എന്ന് എഴുതാം. ഹാക്ക്, ചോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വെട്ടിമാറ്റുക. അതുപോലെ ചോപ്പ് എന്ന് പറഞ്ഞാൽ കൊത്തി അരിയുക എന്നൊക്കെയാണ്. പുൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വലിച്ചെറിയുക. റോപ്പ്ഡ്, കെട്ടുക. ടൈഡും കെട്ടുക എന്നതാണ്. അതുപോലെ സ്കോച്ചിങ്, ചോക്കിംഗ്, ട്വിസ്റ്റിംഗ്, വിതറിങ്. അല്ല, ലാസ്റ്റ് സ്റ്റാൻസയിലുള്ള ഉണക്കുക എന്നുള്ള ഉണങ്ങാനിടുക, അതുപോലെ കട്ടിയാക്കുക എന്ന് തുടങ്ങുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് കൊല്ലുക, മരത്തിനെ കൊല്ലുക എന്ന ഭാഗവുമായി ബന്ധപ്പെടുത്തി എഴുതാവുന്ന വേർഡ്സുകളാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഞാൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓൺ എ കില്ലിങ് എ ട്രീ എന്നുള്ള പാഠഭാഗം, പോയം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആക്ടിവിറ്റീസും. ചെറിയൊരു ചാപ്റ്ററാണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയൊരു പാഠഭാഗത്തിൻ്റെ വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ വീണ്ടും വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.